നമസ്കാരം. ബിലാത്തി വാർത്തകളുടെ ഗുഡ് മോർണിംഗ് UK എന്ന ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു ഹരികുമാർ. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുതിയ കുടിയേറ്റ നിയമങ്ങൾ UKക്ക് തിരിച്ചടിയായേക്കുമെന്ന് റിപ്പോർട്ട്. കടുത്ത നിയമങ്ങൾ ഉയർന്ന വരുമാനക്കാരായ കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് അകറ്റിയേക്കുമെന്ന് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ റിപ്പോർട്ട്. കുടിയേറ്റ നിയമ പരിഷ്കരണങ്ങളിലെ മുൻകാല പ്രാബല്യം സർക്കാരിലുള്ള ജനവിശ്വാസം തകർക്കുമെന്നും ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ നീക്കങ്ങൾ കടുത്ത നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെക്കുമെന്നും വിലയിരുത്തൽ. സൗജന്യ ശിശു സംരക്ഷണ പദ്ധതി നിലനിൽക്കുമ്പോഴും നഴ്സറികൾ മാതാപിതാക്കളിൽ നിന്ന് അധിക ഫീസ് ഈടാക്കുന്നതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ. റിഫോം UKയുടെ തീവ്ര കുടിയേറ്റ വിരുദ്ധ നയങ്ങളും നിർബന്ധിത നാടുകടത്തൽ പദ്ധതികളും UK സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധൻ സുശീൽ വദ്വാനി. മലയാളി സമൂഹത്തിന് വീണ്ടും അഭിമാന നിമിഷം. ഹാർട്ട്ലി പൂൾ കൗൺസിലിന്റെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ബോർഡ് ചെയർമാനായി കൗൺസിലർ ആരോൺ റോയ് തിരഞ്ഞെടുക്കപ്പെട്ടു. അട്ടപ്പാടി മധു വധക്കേസിൽ സുപ്രധാന വിധി. 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തം തടവായി വർദ്ധിപ്പിച്ച് കേരള ഹൈക്കോടതി. ഈ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐഡിയലിസ്റ്റിക് മോർട്ട്ഗേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ്. UKയിലെ നിങ്ങളുടെ ഇൻഷുറൻസ് മോർട്ട്ഗേജ് സേവനങ്ങൾ സംബന്ധിച്ച സൗജന്യ ഉപദേശത്തിനായി ദയവായി അവരെ ബന്ധപ്പെടുക. വാർത്തകൾ വിശദമായി. പുതിയ കുടിയേറ്റ നിയമങ്ങൾ UKക്ക് തിരിച്ചടിയായേക്കുമെന്ന് റിപ്പോർട്ട്. UKയിൽ സ്ഥിരതാമസത്തിനുള്ള സെറ്റിൽഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ യോഗ്യതാ കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ഉയർത്താനുള്ള ലേബർ സർക്കാരിന്റെ ആലോചനകൾക്കിടയിൽ പുതിയ കടുത്ത നിയമങ്ങൾ UKക്ക് തിരിച്ചടിയാകുമെന്ന് മുന്നറിയിപ്പ്. മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി പുറത്തുവിട്ട ഹൂ സ്റ്റേസ് ഹൂ ലീവ്സ് എന്ന ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2014 നും 2024 നും ഇടയിൽ UKയിലെത്തിയ 9 ലക്ഷം കുടിയേറ്റക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ നിരീക്ഷിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് കുറഞ്ഞ വേതനം വാങ്ങുന്ന കുടിയേറ്റക്കാരാണ് ദീർഘകാലം UKയിൽ തുടരാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. എന്നാൽ പ്രതിവർഷം 1,25,000 പൗണ്ടിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന ഉയർന്ന വരുമാനക്കാർ UK വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആഗോളതലത്തിൽ മികച്ച അവസരങ്ങളും സാമ്പത്തിക ഭദ്രതയും ഉള്ളതിനാൽ ഇവർ UKയിൽ തുടരാൻ താല്പര്യപ്പെടുന്നില്ല. ഈ സാഹചര്യത്തിൽ സ്ഥിരതാമസത്തിനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത് ഉയർന്ന പ്രൊഫഷണലുകളെ UKയിൽ നിന്ന് പൂർണ്ണമായി അകറ്റാൻ കാരണമാകുമെന്ന് റിപ്പോർട്ട് സ്പെക്കുലേറ്റ് ചെയ്യുന്നു. പ്രായം കുറഞ്ഞ കുടിയേറ്റക്കാരാണ് UKയിൽ ദീർഘകാലം തുടരുന്നത്. 45 വയസ്സിന് താഴെയുള്ളവരിൽ 81% പേരും 5 വർഷത്തിന് ശേഷവും UKയിൽ തുടരുമ്പോൾ 45 വയസ്സിന് മുകളിലുള്ളവരിൽ ഇത് 65% മാത്രമാണ്. ആരോഗ്യ സാമൂഹിക പരിപാലന മേഖലയിലുള്ളവർ UKയിൽ തുടരാൻ ഉയർന്ന പ്രതിബദ്ധത കാണിക്കുന്നുണ്ട്. UKയിൽ എത്തുന്ന നഴ്സുമാരിൽ 94% പേരും 5 വർഷത്തിന് ശേഷവും ഇവിടെ തന്നെ തുടരുന്നു. എന്നാൽ ശാസ്ത്ര ഗവേഷണ രംഗത്തുള്ള അക്കാഡമിക് വിദഗ്ധരിൽ 57% പേർ മാത്രമാണ് 5 വർഷത്തിന് ശേഷം UKയിൽ തുടരുന്നത്. ആഫ്രിക്കൻ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഏറ്റവും ഉയർന്ന സ്റ്റേ റേറ്റ് ഉള്ളത്. ലണ്ടൻ മേഖലയിലാണ് കുടിയേറ്റക്കാർ കൂടുതൽ സ്ഥിരതാമസമാകുന്നത്. അതേസമയം സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിൽ ഇത് കുറവാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മുൻകാല പ്രാബല്യത്തോടെയുള്ള നിയമപരിഷ്കാരം സർക്കാരിന് വെല്ലുവിളിയാകുന്നു. ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് കുടിയേറ്റ നിയമങ്ങളിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ വൻ വിവാദത്തിലേക്ക്. 2021 മുതൽ UKയിൽ എത്തിയവർക്കുൾപ്പെടെ മുൻകാല പ്രാബല്യത്തോടെ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള നീക്കം കോടതികളിൽ കടുത്ത തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിലെ വ്യവസ്ഥയനുസരിച്ച് 5 വർഷത്തിനുള്ളിൽ PR ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് UKയിലെത്തിയ കുടിയേറ്റക്കാർ പുതിയ നിയമം വരുന്നതോടെ സ്ഥിര താമസത്തിനായി 5 മുതൽ 10 വർഷം വരെ കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. ഈ നീക്കം കുടിയേറ്റക്കാർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുടിയേറ്റക്കാർ തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ എടുത്ത തീരുമാനങ്ങളെയും സർക്കാരിലുള്ള വിശ്വാസത്തെയും ഇത് തകിടം മറിക്കുമെന്ന് MPമാരും യൂണിയനുകളും സിവിൽ സൊസൈറ്റികളും വാദിക്കുന്നു. മുൻകാലങ്ങളിൽ ടാക്സ് നിയമങ്ങളിലും പെൻഷൻ പ്രായത്തിലും ഇത്തരം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കുടിയേറ്റം പോലുള്ള മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുൻകാല പ്രാബല്യം കൊണ്ടുവരുന്നത് ഇതാദ്യമല്ല. 2008 ഗോൾഡൻ ബ്രൗൺ സർക്കാരിന്റെ കാലത്ത് ഹൈലി സ്കിൽഡ് മൈഗ്രന്റ് പ്രോഗ്രാം നിയമങ്ങളിൽ ഇത്തരത്തിൽ മാറ്റം വരുത്താൻ നോക്കിയപ്പോൾ ഹൈക്കോടതി അത് തടഞ്ഞിരുന്നു. നിയമങ്ങൾ പെട്ടെന്ന് മാറ്റുന്നത് കടുത്ത അനീതിയും അധികാര ദുർവിനിയോഗവുമാണെന്നാണ് അന്ന് കോടതി വിധിച്ചത്. നിലവിലെ ഈ നിർദ്ദേശം നടപ്പിലായാൽ 3 ലക്ഷം കുട്ടികൾ ഉൾപ്പെടെ 20 ലക്ഷത്തോളം കുടിയേറ്റക്കാരെ നേരിട്ട് ബാധിക്കും.
ഇത് കടുത്ത അസമത്വത്തിനും ദാരിദ്ര്യത്തിനും തൊഴിൽ ചൂഷണങ്ങൾക്കും കാരണമാകുമെന്നും വിദഗ്ധർ ഭയപ്പെടുന്നു. പാർലമെന്റിൽ വോട്ടിംഗിന് വെക്കാതെ സെക്കൻഡറി ലെജിസ്ലേഷൻ വഴി ഇത് വേഗത്തിൽ നടപ്പിലാക്കാനാണ് ഹോം ഓഫീസ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ ധൃതി പിടിച്ച നീക്കം ഭാവിയിൽ വലിയ നിയമക്കുരുക്കുകൾക്ക് കാരണമാകുമെന്ന് ഹോം അഫയേഴ്സ് സെലക്ട് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. സൗജന്യ ശിശു സംരക്ഷണ പദ്ധതികളിൽ നഴ്സറികൾ അധിക ഫീസ് ഈടാക്കുന്നതായി പരാതി. യുകെയിലെ മാതാപിതാക്കൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ശിശു സംരക്ഷണ പദ്ധതികളുടെ പ്രയോജനം പൂർണ്ണമായി ലഭിക്കുന്നില്ലെന്ന് പരാതി. സർക്കാർ നൽകുന്ന ഫണ്ടിങ്ങിലെ കുറവ് നികത്താൻ ഇംഗ്ലണ്ടിലെ നഴ്സറികൾ മാതാപിതാക്കളിൽ നിന്ന് വൻതുക അധിക ഫീസായി ഈടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ഭക്ഷണം, വൈപ്സ്, നാപ്കിനുകൾ എന്നിവയുടെ പേരിൽ പ്രതിവർഷം ആയിരക്കണക്കിന് പൗണ്ടാണ് മാതാപിതാക്കൾക്ക് അധികമായി ചിലവാകുന്നത്. മാതാപിതാക്കൾ നേരിടുന്ന ഇത്തരം ഒളിച്ചുകടത്തപ്പെട്ട അധിക ചിലവുകളെ കുറിച്ച് അന്വേഷിക്കാൻ വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ കോമ്പറ്റീഷൻ വാച്ച് ഡോഗിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ യോഗ്യരായ ജോലി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് 9 മാസം മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ആഴ്ചയിൽ 30 മണിക്കൂർ സൗജന്യ ശിശു സംരക്ഷണത്തിന് അർഹതയുണ്ട്. എന്നാൽ കുട്ടികൾക്ക് ഒരു ഫണ്ടഡ് സീറ്റ് ഉറപ്പാക്കാൻ വെയിറ്റിംഗ് ലിസ്റ്റ് ഡെപ്പോസിറ്റുകൾ, നിർബന്ധിത ആഡോണുകൾ, അധിക മണിക്കൂർ, ഓഫീസുകൾ എന്നിവ നൽകേണ്ടി വരുന്നതായി നിരവധി മാതാപിതാക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന ഒരു സർവേ അനുസരിച്ച് 75% മാതാപിതാക്കളും ഭക്ഷണത്തിനും സ്നാക്സുകൾക്കും മറ്റ് ആക്ടിവിറ്റികൾക്കുമായി അധിക പണം നൽകേണ്ടി വന്നിട്ടുണ്ട്. നഴ്സറി നടത്തിപ്പുകാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മാതാപിതാക്കളുടെ ചുമലിലേക്ക് മാറ്റുന്ന ഒരു ക്രോസ് സബ്സിഡി സംവിധാനമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഏർലി ഇയേഴ്സ് അലയൻസ് ചീഫ് എക്സിക്യൂട്ടീവ് നീൽ ലീച്ച് വ്യക്തമാക്കി. റിഫോം യുകെയുടെ കുടിയേറ്റ നയങ്ങൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയെന്ന് സാമ്പത്തിക വിദഗ്ധർ. വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ റിഫോം യുകെ മുന്നോട്ട് വെക്കുന്ന കടുത്ത കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ യുകെയുടെ സാമ്പത്തിക വളർച്ചയെ തകിടം മറിക്കുമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മുൻ അംഗവും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ സുശീൽ വദ്വാനി. റിഫോം യുകെ അധികാരത്തിൽ വന്നാൽ യുകെയിൽ ജനിച്ചവർ ഉൾപ്പെടെയുള്ള ചിലരെ നിർബന്ധിതമായി നാടുകടത്തുമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 20 ലക്ഷത്തോളം ആളുകളെ രാജ്യം വിടാൻ പാർട്ടി നിർബന്ധിതരാക്കിയേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് രാജ്യത്ത് വലിയൊരു സാമ്പത്തിക അസ്ഥിരതയ്ക്ക് കാരണമാകും. NHSലെ പ്രവാസി ഡോക്ടർമാരും നഴ്സുമാരും ഇതിനകം തന്നെ ജോലി സ്ഥലങ്ങളിൽ വംശീയ അധിക്ഷേപങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 3 വർഷമായി യുകെയിലേക്ക് എത്തുന്ന വിദേശ നഴ്സുമാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിഫോം യുകെയുടെ നയങ്ങൾ ഒരു മിനി എക്സോഡസ്, അതായത് ജീവനക്കാരുടെ കൂട്ടത്തോടെയുള്ള പടിയിറക്കത്തിന് കാരണമായേക്കാം. ഇത് NHS വെയിറ്റിംഗ് ലിസ്റ്റുകൾ വീണ്ടും വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും. ഈ ഭീതിതമായ അന്തരീക്ഷം വിദേശ നിക്ഷേപങ്ങളെ സാരമായി ബാധിക്കും. ഇന്ത്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വൻകിട കമ്പനികൾ യുകെയിൽ നിക്ഷേപം നടത്താൻ മടിച്ചേക്കാം. 1970കളിൽ ഇദി അമീന്റെ ഭരണകാലത്ത് ഉഗാണ്ടൻ സമ്പദ് വ്യവസ്ഥ തകർന്നതുപോലെയുള്ള ഒരു വലിയ സാമ്പത്തിക തകർച്ചയ്ക്ക് ഇത് കാരണമായേക്കാമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സംവിധാനത്തിൽ നിന്ന് പ്രൊഫഷണൽ പ്രസന്റേഷൻ രീതിയിലേക്ക് തിരഞ്ഞെടുപ്പ് വ്യവസ്ഥ മാറണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഹാർട്ട്ലിപൂൾ കൗൺസിലിൽ മലയാളി തിളക്കം, ആരോൺ റോയ്ക്ക് പുതിയ ചുമതലകൾ. യുകെയിലെ പൊതുരംഗത്തും ഭരണതലത്തിലും മലയാളി സാന്നിധ്യം വീണ്ടും സജീവമാകുന്നു. ബ്രിട്ടനിലെ പ്രമുഖ പ്രാദേശിക ഭരണകൂടമായ ഹാർട്ട്ലിപൂൾ ബറോ കൗൺസിലിന്റെ പുതിയ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ബോർഡ് ചെയർമാനായി മലയാളി കൗൺസിലർ ആരോൺ റോയിയെ തിരഞ്ഞെടുത്തു. കൗൺസിലിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ സുപ്രധാന പദവിയിലേക്ക് അദ്ദേഹം നിയമിതനായത്. ഹാർട്ട്ലിപൂൾ കൗൺസിലിലെ ആദ്യത്തെ അവിഭക്ത കൗൺസിലർ കൂടിയാണ് ആരോൺ റോയ്. കേരളത്തിൽ നിന്നും 10 വർഷം മുൻപ് യുകെയിൽ എത്തുകയും കോവിഡ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉൾപ്പെടെ നാഷണൽ ഹെൽത്ത് സർവീസിൽ രജിസ്റ്റേർഡ് നഴ്സായും പിന്നീട് കെയർ ക്വാളിറ്റി കമ്മീഷൻ രജിസ്റ്റേർഡ് മാനേജറായും സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യ മേഖലയിലെ ദീർഘകാല പ്രവർത്തന പരിചയം ഈ പദവിക്ക് കൂടുതൽ കരുത്താകും. കൗൺസിലിലെ പുതിയ ഭരണ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഹെൽത്ത് ബോർഡ് ചെയർമാൻ പദവിക്ക് പുറമെ കൗൺസിലിന്റെ ഹൌസിംഗ് ഗ്രോത്ത് ആൻഡ് കമ്മ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായും ആരോൺ റോയിയെ നിയോഗിച്ചിട്ടുണ്ട്. ടീസൈഡ് ഇന്റർനാഷണൽ എയർപോർട്ട് ബോർഡ് അംഗം, നോർത്ത് ടീസ് ആൻഡ് ഹാർട്ട്ലിപൂൾ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഗവർണർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. കായിക രംഗത്ത് അദ്ദേഹം സ്ഥാപിച്ച മാരിനേഴ്സ് യുണൈറ്റഡ് സ്പോർട്ടിംഗ് ക്ലബ്ബ് വഴി യുകെയിൽ ചരിത്രത്തിൽ ആദ്യമായി ട്രൈ നേഷൻസ് കബഡി കപ്പ് വിജയകരമായി സംഘടിപ്പിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അട്ടപ്പാടി മധു വധക്കേസ് 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി വർദ്ധിപ്പിച്ച് ഹൈക്കോടതി.
കേരളത്തെ ഒന്നടക്കം നടുക്കിയ അട്ടപ്പാടി മധുവധ കേസിൽ സുപ്രധാന വിധി പുറപ്പെടുവിപ്പിച്ച് കേരള ഹൈക്കോടതി. കടയിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ മോഷ്ടിച്ചെന്ന് ആരോപിച്ച ആദിവാസി യുവാവായ മധുവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച 12 പ്രതികളുടെ ശിക്ഷയാണ് ഹൈക്കോടതി ജീവപര്യന്തം തടവായി വർദ്ധിപ്പിച്ചത്. നേരത്തെ വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത്. ഇതിനെതിരെ മധുവിന്റെ അമ്മയും സർക്കാരും നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ചരിത്രപരമായ വിധി. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ ആൾക്കൂട്ട ആക്രമണത്തിന് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞത് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെന്ന് മധുവിന്റെ കുടുംബം പ്രതികരിച്ചു. കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ കൃത്യമായി വിലയിരുത്തിയാണ് കോടതി പുതിയ വിധി പ്രസ്താവിച്ചത്. കരിയർ വാർത്തകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടലായ uknewsmalayalam.com സന്ദർശിക്കുക. ബിലാത്തി ഗുഡ് മോർണിംഗ് UK വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.